GST സമ്പ്രദായം നിലവിൽ വന്നതോടെ നികുതി നിർവഹണ പ്രക്രിയ ആധുനിക സാങ്കേതികതയുടെയും വിവരവിശകലനത്തിൻ്റെയും ഡാറ്റ അനലിറ്റിക്സ് പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ മുൻകാല ചെക്ക് പോസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങളെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഫലപ്രദമായി പുനർവിന്യസിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിലവിലുള്ള പൊതു ആസ്തികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്തർ സംസ്ഥാന വ്യാപാര വിനിമയങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും സാധിക്കും. സർ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ അവർ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് വൺ ടൈം സഹായമായി 5 കോടി രൂപ ഉൾപ്പെടെ 6.5 കോടി രൂപ വകയിരുത്തുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ GSTയെ സംബന്ധിച്ചുള്ള കോഴ്സ് എന്ന നിലയിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. സർ, സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 8.02 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, എക്സൈസ് വകുപ്പ് ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി വിദ്യാർത്ഥികളെയും യുവാക്കളെയും പൊതുജനങ്ങളെയും ബോധവാന്മാരാക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വിമുക്തി മിഷൻ്റെ ഭാഗമായി നടത്തിവരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ ആശുപത്രിയിലും ഒപ്പം 14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്ററുകളും റീജിയണൽ കൗൺസിലിംഗ് സെൻ്ററുകളും അടക്കമുണ്ട്. വിമുക്തി മിഷൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എക്സൈസ് വകുപ്പിനായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. ജുഡീഷ്യറി സർ, ജുഡീഷ്യറിയുടെ വിവിധ കോടതികളുടെ പ്രവർത്തനങ്ങളുടെ നിർമ്മാണം, ആധുനികവൽക്കരണം തുടങ്ങിയ പരിപാടികൾക്കായിട്ട് 24.65 കോടി രൂപ വകയിരുത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിവിധ ഓഫീസ് നിർമ്മാണങ്ങൾക്കായിട്ട് 76.41 കോടി രൂപ വകയിരുത്തുന്നു. നിയമസഭാ മ്യൂസിയത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് വിവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം നിയമസഭാ മ്യൂസിയത്തിൽ EMS സ്മൃതി മണ്ഡപം സ്ഥാപിക്കുന്നതിനായിട്ട് 1.93 കോടി രൂപ വകയിരുത്തുന്നു. സാർ, നവകേരള സദസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നടത്തിനായി 210 കോടി രൂപ വകയിരുത്തുന്നു. ഓരോ നിയോജകമണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഓരോ MLAയ്ക്കും ഓരോ MLAമാരും സജസ്റ്റ് ചെയ്യാവുന്നത്. സാർ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 5.74 കോടി രൂപ ഉൾപ്പെടെ കേരള സർവീസ് കമ്മീഷൻ 9.65 കോടി രൂപ വകയിരുത്തുന്നു. സർ, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന ബാഹ്യ സഹായ പദ്ധതിക്കായി 1000 കോടി രൂപ മാറ്റിവെക്കുന്നു. ലീഗൽ മെട്രോളജി വകുപ്പിന് 4.1 കോടി രൂപ വെക്കുന്നു. സർ, ട്രഷറി വകുപ്പിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടന്നു വരികയാണ്. പുതിയ 27 ട്രഷറി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടത്തി 67 ട്രഷറികളുടെ നവീകരണം സാധ്യമാക്കി. ട്രഷറി സേവനങ്ങളുടെ വേഗതയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, വിവര സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധിക സൗകര്യങ്ങൾ ഒരുക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കായി ട്രഷറി വകുപ്പിന് 23.75 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSFEയുടെ അംഗീകൃത മൂലധനം 100 കോടി രൂപയിൽ നിന്ന് 250 കോടി രൂപയായി സർക്കാർ ഉയർത്തുകയുണ്ടായി. KSFEയുടെ ആകെ വിറ്റുവരവ് 1 ലക്ഷം കോടി കവിഞ്ഞു. 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനിയായി KSFE മാറിയിരിക്കുന്നു. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് 143 പുതിയ ശാഖകളും 9 മേഖലാ ഓഫീസുകളും ആരംഭിക്കുകയും 5000-നടുത്ത് ഉദ്യോഗാർത്ഥികൾ PSC മുഖാന്തരം KSFEയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകിയ ലോൺ തുക 2021 4,621 കോടിയിൽ നിന്നും 2025 8,012 കോടിയായിട്ട് വർദ്ധിക്കുകയുണ്ടായി. സർ, KFCയുടെ മൂലധനത്തിൽ 73.5 കോടി രൂപയുടെ കൂടി വർധനവ് വരുത്തി പെയ്ഡപ്പ് ക്യാപിറ്റൽ 1000 കോടിയായിട്ട് ഉയർത്താനായിട്ട് തീരുമാനിക്കുകയാണ്. സർ, 50 കോടി രൂപ വരെ സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വരുന്ന 50 കോടി രൂപയുടെ വായ്പാ കാലാവധി 2 വർഷം കൂടി ദീർഘിപ്പിക്കുന്നു. സർ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി KFC പ്രഖ്യാപിക്കുകയാണ്. മുതിർന്ന പൗരന്മാരുടെ കമ്മ്യൂണിറ്റി ലീവിംഗ് ക്ലസ്റ്ററുകളും റിട്ടയർമെൻറ്റ് ഹബ്ബുകളും നിർമ്മിക്കുന്നതിന് ആദ്യ 2 വർഷം 3% പലിശ സബ്സിഡിയോടുകൂടി 20 കോടി രൂപ വരെ നൽകുന്ന ഒരു പുതിയ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നു. ഇതിനായി 100 കോടി രൂപ മാറ്റിവെക്കുന്നു. സബ്സിഡി നൽകുന്നതിന് അടുത്ത വർഷം വേണ്ടി മാത്രം വരുന്നത് 3 കോടി വേണ്ടി വരും. ചെറുപ്പ് വ്യവസായ ക്ലസ്റ്ററുകളെ സഹായിക്കാനായിട്ട് ആദ്യ 2 വർഷം 2% പലിശ സബ്സിഡിയോടുകൂടി നൽകുന്ന ഒരു വായ്പാ പദ്ധതി 20 കോടി രൂപ വരെയുള്ള വായ്പാ പദ്ധതി KFC പ്രഖ്യാപിക്കുന്നു. 100 കോടി രൂപ അതിനായിട്ട് മാറ്റിവെക്കുന്നു. സാർ, സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വിവിധ മേഖലകളിൽ നടത്തുന്ന നമ്മുടെ സാമൂഹ്യനീതി, വനിതാ ശാക്തീകരണം, സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളുണ്ട്. ഗ്രൂപ്പ് ബെനഫിറ്റ് സ്കീമിൽ 14 ലക്ഷത്തോളം അംഗങ്ങൾ ഉൾപ്പെടുന്നു. ഇതുവരെ 5000-ഓളം അംഗങ്ങൾക്കായി 14 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ മെച്ചപ്പെട്ട തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകണം. സാർ, ദേശീയ സമ്പാദ്യ പദ്ധതി കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെറുകിട നിക്ഷേപ സമാഹരണമായി മൊത്ത നിക്ഷേപമായി 12,081.34 കോടി രൂപയും മിച്ച നിക്ഷേപമായി 3,893 കോടി രൂപയും സ്വരൂപിക്കാനായിട്ട് കഴിഞ്ഞു. സാർ, വകുപ്പ് നടത്തുന്ന സ്റ്റുഡൻറ്റ് സേവിംഗ് സ്കീമിൽ ഇതുവരെ 6,637 സ്കൂളിലായി 5.17 ലക്ഷം വിദ്യാർത്ഥികൾ അംഗങ്ങളാവുകയും 24.37 കോടി രൂപ സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, സംസ്ഥാനത്തെ ഓഡിറ്റ് വകുപ്പിന്
കണ്ണൂർ പുതിയ സ്ഥലം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇതിനായിട്ട് 2.42 കോടി രൂപ അനുവദിക്കുന്നു. സാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.